ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഈശ്വര നമ്മളിന്ന് ഓക്കെ നോമായിട്ട് നോട്ടാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ചെയ്തിട്ടില്ല. എക്സ്ക്യൂസ് മീ, യു ഷുഡന്റ് ചിരിക്കരുത്. ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഗസൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തൊരു വീഡിയോ ആണ്, ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് ആണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഇതെൻ്റെ ഫ്രണ്ട് സാറ, ഇതെൻ്റെ ഫ്രണ്ട് അപർണ. നിങ്ങൾ എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ചെയ്യണോടെ അതിൻ്റെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മേടിച്ച ബിരിയാണിയോടെ നിന്നാണ് പെരി 6 നോർത്ത് പറവൂർ. നമ്മൾ ഇതുവരെ അടുത്ത ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ താരേനെ പറഞ്ഞിട്ട് അവിടെ ട്രൈ ചെയ്യാന്ന്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട് കഴിച്ചിട്ട് നല്ലതാണെന്ന് ഫ്രണ്ട് താരെ ഏതൊരു ഫ്രണ്ട് കഴിച്ചിട്ട് കൊള്ളാന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചിട്ട് അറിയാം കൊള്ളാമോ ഇല്ലയോന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങി. അല്ല 3 മിനിറ്റ് അല്ല 5 മിനിറ്റ്, നമ്മൾ 5 മിനിറ്റ് ടൈമറാണ് വെക്കുന്നത്. ലൈക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ ബിരിയാണി ആരാണോ കഴിച്ച് തീർക്കുന്നത് ഫസ്റ്റ് അവർ പിന്നറാവും. ഗൈസ്, അപ്പോൾ നമ്മളിത് അപർണയുടെ ഫോൺ എടുത്തേക്കുന്നത് 5 മിനിറ്റാണ് നമ്മളിത് വയ്ക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ തോക്കുന്ന എൻ്റെ വിശ്വാസം, കാരണം ഞാൻ ഭയങ്കര പയ്യെ കഴിക്കുന്ന ആളാണ്. എൻ്റെ ഒരു നിഗമനത്തിൽ അപർണ അല്ലെങ്കിൽ സാറായിരിക്കും ജയിക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, ബിരിയാണി കഴിക്കാം. അപ്പോൾ നമുക്ക് ചലഞ്ച് തുടങ്ങാം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് തുറക്കണ്ടേ? തുറന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് 3 പേര് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ നമുക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. വലിയ അറിയാൻ പാടില്ല എങ്ങനെയാവുന്ന വീഡിയോ നമുക്ക് നോക്കാം. ഗൈസ്, ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്. അതൊക്കെ തുറക്കാൻ പോയ സമയം നിങ്ങൾ പൈ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെറുതെ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് ചിരിയൊന്നും കണ്ടിട്ടുണ്ട്. അതാണ് സാറിന് കഴിക്കും. നമുക്ക് നോക്കാം സാറുടെ തീറ്റ മത്സരം ഇങ്ങനെ നോക്കാം. ഗൈസ്, എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു തീറ്റ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ വാൽക്കണ്ണാടി കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെ ഇങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്വന്തം ചാനലിൽ തുടങ്ങാൻ അവസരം കിട്ടി. സാറിന് കവർ ചെയ്യുന്നത് മാറ്റി വെച്ചോ. മണം കൊള്ളാവുന്ന മുഖം ഉണ്ടായി പോയത് എന്റെ തെറ്റാണോ സർ? പിന്നെ വെള്ളം കുടിക്കാൻ പിന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ളൂ. വെറുതെ തള്ളി വലിക്കുന്ന ഗൈസ് സാറാ. പിന്നെ അതെ, ഞാൻ കറക്റ്റ് നോക്കി വെച്ചിട്ട് എടുത്താണ്. താനാണ് കൊണ്ടുവന്ന ബിരിയാണി. ഞാൻ ഇഷ്ടമുള്ളത് എടുത്തതാണ് കേട്ടല്ലോ ഗൈസ്. ഇപ്പൊ തന്നെ അടിയാവുന്നു ചലഞ്ച് തീരുന്നെങ്കിൽ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഓക്കെ ഫ്രെയിമിൽ എല്ലാവരും മാറ്റുന്നത് കഴിയുന്നു. തുടങ്ങിയാലോ? അയ്യോ, എനിക്ക് ടെൻഷനാണ്. ഇത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ 5 മിനിറ്റിനുള്ളിൽ ആരാണ് മാക്സിമം തീർക്കണം. പക്ഷെ ഇൻ കേസ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആരാണോ അവരായിരിക്കും വിജയി. ഓക്കെ, ടൈം പോയി. റെഡി, 1 2 3. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ ഇറങ്ങുന്നില്ലല്ലോ അത്. എനിക്ക് ഭ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭയങ്കര കോമ്പറ്റീഷൻ. ഹാഫ് ബിരിയാണി മതിയായിരുന്നു. ഹാഫ് ബിരിയാണി മതിയായിരുന്നല്ലേ? 4 മണിക്കൂർ 4 മണിക്കൂറാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. 4:55 നിർത്തിയാൽ മതി. 5 മിനിറ്റ് ആയി കറക്റ്റ്. 55 നിർത്തിയാൽ മതി. നോക്ക് നിങ്ങള്. പിന്നെ 4 മണിക്കൂറാണ് കഴിച്ച് ഞാൻ നിർത്തിയാൽ മതി. 4 മണിക്കൂറാണ് ഇട്ടേക്കണേ. ബുദ്ധിയില്ല. ശരി,
സാറ് സത്യം ഹാഫ് ബിരിയാണി നമുക്കറിയാം എത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഇത്. എന്താണ് ഞാൻ എന്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടെന്ന്. ഓ അങ്ങനെ സോറി അങ്ങനെയില്ല മതികള് നിങ്ങൾക്ക് എത്ര പ്രശ്നമുണ്ട്? 3 ഉണ്ട്. അതാണ് ചോറ് കുറവാണ്. ആ ശരിയാണല്ലോ. ഈ കഷ്ണം മാറ്റി വെച്ചാൽ ചോറ് തീരും. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കട്ടെ. അപ്പൊ കഷ്ണം തിന്നിടാത്തവര് കണ്ടിരിക്കണം. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. പത്തായം കൊണ്ട് നിറയട്ടെ. അമ്പേ തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മ. സാബാറിന് ഇപ്പൊ തന്നെ തിന്നു തീർക്കും കഴിച്ചു. സാബാറിന് പട്ടിണി തോന്നുന്നു. ഞാൻ ഉച്ചക്ക് ബിരിയാണി അതാണ് അവരുടെ കപ്പാസിറ്റി. എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്, ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേരത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അപ്പൊ അളവുണ്ടാവോ? അവര് കഴിച്ചു. അയ്യോ oh my god. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ സ്വയം പ്രതീക്ഷിച്ചില്ല. ചിക്കൻ കഴിക്കാൻ നിർബന്ധമില്ല. റൈസ് വെച്ച് കഴിച്ചു. ഫ്രൈഡ് റൈസ് ചപ്പാത്തി ചെയ്തു. ഓ ചളവാക്കും. എത്ര നോക്കി. 55 കഴിഞ്ഞില്ലേ? ഇല്ല 20 സെക്കൻഡ് കഴിച്ചു. 20 സെക്കൻഡ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തേൻ കഴിച്ചിട്ടോ. ആ കഷ്ണം കൂടി കഷ്ണം മാറ്റിട്ട് ഇത് നോക്കണേ. ഇതിൽ ആരാ കഴിച്ചത്? ഈ പറഞ്ഞത് കൂട്ടിയേക്ക് എല്ലാ കഴിച്ച് കൂട്ടിയേക്കാം. ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കഴിച്ച് അവിടെ ഇരിക്കണം എപ്പോഴും. എനിക്ക് വയറേ ഇരിക്കണം അവിടെ. ഇങ്ങനെ കൂട്ടിയേക്ക്. അങ്ങനെയൊക്കെ കൂടുതലല്ലേ തോന്നുള്ളൂ. ഇത് മനസ്സിലാവണല്ലോ. 3 നേരം ഒരു പോയിന്റ് സാധനം ഗ്രേവി ഇല്ലാത്ത പോലെ. എന്താ സാധനം ഡ്രൈ ചെയ്യണം. ഗൈസ് നിങ്ങൾ പറയൂ ഇതിൽ ആരാണ് ജയിച്ചത്? എന്റെ അഭിപ്രായത്തിൽ ഞാനാണ് ഗൈസ് ജയിച്ചത്. അല്ലേ? നോക്കിയേ പിന്നെ എന്തോരം ഉണ്ടായി. നോക്ക് എന്റെ നോക്ക്. പിന്നെ അപ്പം പോലെ വെച്ചോ. അപ്പം പോലെ കാരണം അപ്പം പോലെ വെച്ചാൽ ഇത്ര വലിയ. അപ്പം എത്ര വെച്ചേ? അതങ്ങനെ കാണുന്നില്ല. എന്റെ പറഞ്ഞേ പറ. എന്റെ ഞാനല്ലേ പറ. ഈ പറ ഞാനല്ലേ? അതെ പറ. ആരാണ് ഞാൻ? നിങ്ങൾ പറ നോക്കോ. അവൻ അറിയില്ല. അപ്പോഴത്തേക്ക് മനുഷ്യൻ അളന്നോണ്ടിരിക്കണം. പറ. സെക്കൻഡ് സാറാ അപ്പൊ തേടാണ്. അവർ എന്താണ് ഒതുക്കിച്ചേ നോട്ടെ. അപ്പൊ ഞാൻ ഫസ്റ്റ്, സാറ സെക്കൻഡ്, അപർണ തേർഡ്. അപർണ വിഷമമുണ്ടോ നോക്കെ പറഞ്ഞ വീഡിയോയിലോട്ട് നോക്കിട്ട് പറ. വിഷമമുണ്ടോ എനിക്ക്? അതൊന്നല്ല സത്യം. ഞാൻ ജയിക്കില്ലെന്ന് പറഞ്ഞോട്ടെ. ഞാൻ ജയിക്കില്ലെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ കഴിച്ചു. എനിക്കും ജയിക്കാത്തോണ്ട് ഇനിയിപ്പോ അങ്ങനെ പറയാലോ ഗൈസ്. നോക്ക് ഗൈസ്, റൈസ് കണ്ടല്ലോ എന്റെ ആണ് കുറവ്. അതെ റൈസ് എനിക്ക് കൂടുതലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഞാൻ വിചാരിക്കാണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. സെക്കൻഡ് സാറ, തേർഡ് അപർണ. അപർണ വിഷമിക്കണ്ട, നമുക്ക് അതെ ഗൈസ്. അപർണനെ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപർണ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അപ്പൊ അപർണ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചായി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നടത്തണം എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ നടത്തിയതാണ്. അങ്ങനെ സക്സസ്ഫുള്ളി ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്
കഴിഞ്ഞു. ഇനിയിപ്പോൾ അപർണ ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ബാക്കി ചലഞ്ചൊക്കെ ഞാൻ സാറേ കൂടി ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ ബാക്കി അപർണയും നമുക്ക് അപർണ വരുമ്പോൾ അടുത്ത വർഷം വല്ലതും കാണാം. എൻ്റെ അപ്പോൾ വീഡിയോസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപർണയെ മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബിലോ. ഓക്കെ, അപ്പൊ അപർണനെ മിസ് ചെയ്യുന്നവർ കമന്റ് ബിലോ. അപ്പൊ ഇന്നത്തെ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ തിന്നു തീർക്കണം ഗൈസ്, ഇത് മൊത്തം തിന്നു തീർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല, 5 മിനിറ്റോട് തേങ്ങയും നടന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ. 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 എന്തായാലും ഒരുപോലെ എന്നും മൂന്നവർക്കും അല്ല മറിക്കണ്ട. കാരണം എനിക്ക് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇരിക്കാം. ആ ചേട്ടൻ എന്താണ് എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട് കുറച്ച് എന്താ വെച്ചിട്ട് കണ്ടപ്പോ ഒരുപോലെ നല്ല മൂന്നും. ആഴ്ചയിൽ പാത്രമൊക്കെ ഒരുപോലെ ഓ പിന്നെ ഞാനിത് ഫുൾ കഴിക്കൂട്ടോ. ഇപ്പൊ ഞങ്ങളുടെ ബാക്കി ഞാൻ എനിക്ക് വേണ്ട. ഞാൻ ഒരു ദിവസം ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ ബാക്കി. എന്റെ അർജുനൊക്കെ ഉണ്ട് അതൊക്കെ വേണം. അർജുൻ ഈസ് മൈ ഡോഗ്. ഇതുപോലെ കേട്ടോ എന്ത് അതെ ഇതിലേ ഇനി വേണോ ചിക്കൻ? ഞാൻ ഇച്ചിരി തരാം. അർജുന പോളെ അയ്യോ മതിയേ. അതിൽ കൊള്ളത്തെ മുമ്പ് ഓ അങ്ങനെയല്ല. ആ നിങ്ങളുടെ ടേസ്റ്റ് എൻ്റെ കുറ്റല്ലല്ലോ. സോ പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യും? ആ അറിയാം. ചുണ്ടിൽ 2 കളറായിട്ടുണ്ട്. പകുതി മറക്കൂർ തിന്നു. എന്തൊക്കെയായിരുന്നു? പോകൂല. എനിക്ക് മറക്കൂർ കഴിക്കാൻ പറ്റില്ല. എന്താ പോലെ നമുക്ക് 2 കളറാണ്. അശോ ചുണ്ട് കുറച്ച് മിനിറ്റിനോ ഒരിക്കലുമില്ല. ശരീരം നശിച്ചു പോകും. ഞങ്ങൾ 3 കൺട്രീസ് കൺട്രി ഇപ്പൊ പോകും അങ്ങോട്ടേക്ക് ഓസ്ട്രേലിയയിലേക്ക്. അതെ ആ കൺട്രി ഇപ്പൊ അവരാണ് എയർപോർട്ട് കൺട്രിയാണ് അത്. ഞങ്ങൾ സാധാ കൺട്രി. ഒരു പരിപാടിക്ക് വരില്ല. എയർപോർട്ടുകാരുടെ കൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും മനസ്സിലാവുണ്ടാവില്ല. ഓക്കെ അത് ഓക്കെ ഇതേ വീഡിയോ. ഗുഡ് നൈറ്റ്.